10 മണി അങ്ങനെ വീട്ടിൽ നിന്ന് 3 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കാറിൽ കയറി കുറച്ച് കഴിയാലും ഉറങ്ങി. 12 മണിയാകുമ്പോൾ ഉറങ്ങുന്ന ആളാണ്. ഇപ്പോൾ 3 മണിയായിട്ടാണ് ഉറങ്ങിയത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് പുറത്ത് പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മന്തിയായിരുന്നു. ഒരുപാട് മന്തിയും കേക്കും ഒക്കെ കഴിച്ച് വയറ് ഫുള്ളായി കാറിൽ കയറിയപ്പോൾ പാത്തൂസിനും ഭയങ്കര ഒരു അസ്വസ്ഥത. അങ്ങനെ അവൾക്ക് ഞങ്ങൾ ഓറഞ്ച് വാങ്ങിക്കൊടുത്തു. ഇതൊക്കെ ഓള ആഗ്രഹങ്ങളാണ്. അതൊന്നും തിരുത്താൻ നമ്മൾ പോയില്ല. നമ്മൾ ബീച്ചിൽ മാത്രമേ പോകണുള്ളൂ. ഞങ്ങൾ ആദ്യം പോയത് മുകളിലെ ബീച്ചിലായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അലി എണീച്ചു. അലി ഇട്ട ഷൂ എൻ്റെ ആങ്ങളെ നാത്തൂൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ട ഷൂ ആണ്. അവന് കറക്റ്റ് ഫിറ്റിങ്. ഇത് 2ാമത്തെ തവണയാട്ടോ അവൻ ഇടുന്നത്. പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് ഷൂ ഇടാനില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു അസ്വസ്ഥത അവനുണ്ട് കേട്ടോ. എടുത്ത് പഠിച്ചാൽ ശരിയാവില്ല. നടക്കണം. മക്കളൊക്കെ പഠിപ്പിച്ചേ. ഇവിടെ ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും കാണുന്നത് കേട്ടോ ഈ ഒരു ട്രെയിനിങ് അടിപൊളിയാട്ടോ. കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ മക്കളെയും പഠിപ്പിക്കണമെന്ന്. പക്ഷെ നമ്മളെ കൊടുവള്ളിയിലൊന്നും ഇത് പഠിപ്പിക്കുന്ന സ്ഥലമില്ല. പിന്നെ എവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. നമ്മൾ മേലെ ബീച്ചിലേക്ക് വരാൻ 2 കാരണങ്ങളാണ്. ഒന്ന് ചിലവ് കുറയും, 2ാമത്തേത് അവരെ ഹാപ്പി ആക്കാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അലിക്കുട്ടൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇത്. അവന് ആദ്യമൊക്കെ എല്ലാം പേടിയായിരുന്നു. ഇപ്പോൾ ഏതായാലും കുറേയൊക്കെ പേടിയൊക്കെ മാറി. ഞാൻ വിചാരിച്ചിട്ട് പേടി ഉണ്ടാവുന്നത്. പേടിയൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് അതുമേലെ ഇരിക്കുന്നുണ്ട്. കുറേ സമയം ഇതിൽ കറങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇതിൽ കയറാൻ വേണ്ടി. അങ്ങനെ ഞാൻ അവനെ ഇങ്ങോട്ടെടുത്ത് ആൾക്ക് ഇതിന്ന് ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഈ 2 ഒട്ടകം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പലരും വന്ന് സെൽഫി എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ എഴുതിയത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര സ്മെല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് വീഡിയോ എടുത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പരിപ്പ് പോളാണ് വാങ്ങിക്കൊടുത്തത്. പിന്നെ ഞാൻ കഴിച്ചിട്ടുള്ളത് ഇറച്ചിപ്പത്തിരി ആയിരുന്നു. മക്കൾ 2ആളും ബ്രെഡ് സാൻഡ്വിച്ചാണ്. ഇക്കാക്ക് എന്താ കഴിച്ചത് ഞാൻ കണ്ടില്ല. അതിലേക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഓൻ അതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെ ബീച്ചിലേക്ക് പോയി. അവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നാലും ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. അവിടുന്ന് അലിക്കൊരു ബലവും വാങ്ങിക്കൊടുത്തു. അത് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അവൻ അതിൻ്റെ പരിപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് ഫസ്റ്റ് വരാത്തതിന് കാരണം ഇത് തന്നെയാണ്. കാരണം സാധനമൊക്കെ 2 ആൾക്കും വേണം. പാത്തുവിനും വേണം, അലിക്കും വേണം. പിന്നെ അനുവിന് കുറേയൊക്കെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇവർക്ക് 2 ആൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് വരാൻ. കുറച്ച് സമയം ഇവിടെ നിന്നപ്പോൾ നല്ലൊരു അടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ മുമ്പ് തന്നെ ഞങ്ങളവിടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് അടി ഉണ്ടായത്. പിന്നെ കൂടുതലൊന്നും ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. വേഗം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പിസ്സ ആട്ടുന്ന 2 പിസ്സയും വാങ്ങാൻ അതും കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട്